ഭൂമിയിലെ ജീവന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഭൂമിയിൽ നിന്നും 14,96,00,000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യൻ തന്നെയാണ്. സൂര്യൻ ഭൂമിയോട് വല്ലാണ്ട് അടുത്ത് കഴിഞ്ഞാൽ ചൂട് കാരണവും വല്ലാണ്ട് അകന്നു കഴിഞ്ഞാൽ തണുപ്പ് കാരണവും നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സൂര്യൻ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് അവിടെ സംഭവിക്കുക? വെൽക്കം ബാക്ക് ടു afworld. Aflu here. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മൾ അങ്ങനെ 2022 എന്നൊരു പുതുവത്സരത്തിൽ എത്തി നിൽക്കുകയാണ്. പലർക്കും പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന ക്യാഷ് മുഴുവനും അങ്ങനെ ചിലവഴിച്ച് തീർക്കാതെ എന്തുകൊണ്ടും കുറച്ചെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. കാരണം ഇനി അതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. വലിയ വലിയ സ്കോപ്പുകളാണ് ഇനി ആ ഒരു മേഖലയിൽ വരാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പണമൊക്കെ മാറിയിട്ട് ഫുള്ളി അങ്ങോട്ട് ഡിജിറ്റലായിട്ട് ക്രിപ്റ്റോ കറൻസികൾ കൊണ്ട് വിനിമയം നടത്താൻ പോകുന്ന ഒരു കാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ എന്തുകൊണ്ടും ഏറ്റവും മികച്ചതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമാണ് കോയിൻസ്വിച്ച് കുബേർ എന്ന് പറയുന്നത്. അവർക്ക് 14 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 75-ലധികം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ വളരെ സിമ്പിളായിട്ട് ഇതിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും ഒരുപാട് വലിയ തുകയൊന്നും വേണ്ട, അവർ 100 രൂപ തൊട്ട് തന്നെ നമുക്കിതിൽ നമ്മുടെ ക്രിപ്റ്റോ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോൾ 50 രൂപ വില മതിക്കുന്ന ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ചെറുതായി ഒന്ന് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഞൊടിയിടയിൽ നമ്മുടെ ഈ ഒരു ലോകത്തു നിന്നും സൂര്യൻ മാഞ്ഞു പോയി കഴിഞ്ഞാലും അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാലും 8 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് സമയമെടുക്കുന്നുണ്ട്. 8 മിനിറ്റുകൾ കഴിയുന്നതോടുകൂടി തന്നെ പതിയെ ഭൂമിയിൽ പകലായിരുന്ന സ്ഥലത്ത് ഇരുട്ട് വ്യാപിക്കാൻ ആരംഭിക്കും. അതുപോലെ തന്നെ ഭൂമിയിൽ ഇരുട്ടായിരുന്ന രാത്രിയായിരുന്ന ഭാഗങ്ങളിലാകട്ടെ നക്ഷത്രങ്ങൾ കൂടുതൽ തെളിച്ചത്തോടെ തിളങ്ങാൻ ആരംഭിക്കുകയും കൂടുതൽ ഇരുട്ടിലേക്ക് ആ പ്രദേശങ്ങൾ മുഴുവനും മാറാൻ ആരംഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് തന്നെ ചന്ദ്രന്റെ പ്രകാശവും കുറഞ്ഞ് ചന്ദ്രനും ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള വെളിച്ചമേറ്റിട്ടാണ് ചന്ദ്രൻ തിളങ്ങുന്നത് എന്നൊരു കാര്യം. ഇതുപോലെ തന്നെ പിന്നീടുള്ള മണിക്കൂറുകൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം കുറഞ്ഞതോടുകൂടി തന്നെ, സൂര്യനിൽ നിന്നുള്ള വെളിച്ചം എന്നേക്കുമായി നിലച്ചതോടുകൂടി തന്നെ ലോകം മുഴുവനും ഇരുട്ടിൽ തപ്പാൻ ആരംഭിക്കും. പതിയെ വൃക്ഷങ്ങളെയും മരങ്ങളെയും ചെടികളെയും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ ആരംഭിക്കും. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഈ ഒരൊറ്റ കാര്യത്തോടു കൂടി തന്നെ നിലക്കുന്നതിനാൽ പതിയെ ചെടികളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നുമെല്ലാം പുറത്തു വരുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു തുടങ്ങും. ചെറിയ രീതിയിലെങ്കിലും മനുഷ്യർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ ആരംഭിക്കും. പക്ഷേ ഈ സമയങ്ങളിലൊന്നും മനുഷ്യരാരും തന്നെ തിരിച്ചറിഞ്ഞിരിക്കില്ല സൂര്യന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സൂര്യൻ എന്നേക്കുമായി പ്രപഞ്ചത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച്. ആളുകൾ എല്ലാവരും ആ ഒരു സമയത്ത് പ്രധാനമായും ചിന്തിക്കുന്നത് ഗ്രഹണമായിരിക്കും, ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സൂര്യൻ വീണ്ടും തിരിച്ചു വരും എന്നൊരു കാര്യമായിരിക്കും. പക്ഷേ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ആളുകൾക്ക് സത്യാവസ്ഥ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങുന്നതോടുകൂടി തന്നെ അവരെല്ലാവരും വലിയ രീതിയിൽ ഭയപ്പെടാൻ ആരംഭിക്കുകയും പാനിക്കായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ആരംഭിക്കുകയും ചെയ്യും. പലരും ഉറക്കെ വിളിച്ചു പറയും, ഇതാ ലോകാവസാനം എത്തിയിരിക്കുന്നു എന്ന്. കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കിയ ഗവൺമെൻറ് പതിയെ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും ജനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നിസ്സഹായമായ അവസ്ഥയിലേക്ക് ലോകത്തുള്ള മുഴുവൻ ഗവൺമെൻറ്റുകളും മാറി അവരെല്ലാവരും നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും പിന്നീടുള്ള മണിക്കൂറുകളിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പതിയെ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ പവർ സപ്ലൈകളും നിലക്കുന്നതായിരിക്കും. പിന്നീട് അടുത്തതായി കടന്നു വരാൻ പോകുന്നത് കൊടിയ തണുപ്പാണ്. തണുപ്പ് പതിയെ ഭൂമിയെ വേട്ടയാടാൻ ആരംഭിക്കും. എങ്കിൽ പോലും ഭൂമിയുടെ കോറിനകത്തുള്ള ടെമ്പറേച്ചർ കാരണമായിട്ട് ചെറിയ രീതിയിലെല്ലാം ഈ ഒരു അവസരങ്ങളിൽ ഭൂമി തന്നെ ആ തണുപ്പിനെ ചെറുത്ത് നിൽക്കും. ഇതേ ഒരു സമയത്ത് തന്നെ ഭൂമിയുടെ മറുഭാഗത്ത്, രാത്രിയായിരുന്ന ഭാഗത്ത് ആളുകൾ നേരം വെളുത്തിട്ടില്ല എന്ന് കരുതി വീണ്ടും ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരുപാടധികം മണിക്കൂറുകൾക്ക് ശേഷം സമയവും ഡേറ്റും എല്ലാം നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ.
ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവരും തിരിച്ചറിയുന്നതോടുകൂടി തന്നെ ആ പ്രദേശത്തുള്ള ആളുകളും മുഴുവനായും പരിഭ്രാന്തിയിലാകാൻ ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ ഒരു അവസരത്തിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സയൻറ്റിസ്റ്റുകൾ കാര്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് അവർ തേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സമയം വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ഭൂമിയിലുള്ള താപനില കുറഞ്ഞു വരാൻ ആരംഭിക്കും. തണുപ്പ് ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഏറ്റവും വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കും. ഏറെക്കുറെ 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ താപനില 7 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് ആയി താഴുന്നതായിരിക്കും. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന 23-25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പെട്ടെന്ന് വെച്ചുകൊണ്ട് വലിയ രീതിയിൽ തണുപ്പ് വരുന്നതോടുകൂടി തന്നെ പല ജീവജാലങ്ങളെയും അത് കാര്യമായി തന്നെ ബാധിക്കാൻ ആരംഭിക്കുകയും പല ജീവികളും തണുപ്പ് കാരണമായി ചത്ത് വീഴാൻ ആരംഭിക്കുകയും ചെയ്യും. വീണ്ടും മണിക്കൂറുകളും ദിവസങ്ങളും കടന്നുപോകും. 7 ദിവസമാകുമ്പോഴേക്ക് ഭൂമിയുടെ താപനില -17 ഡിഗ്രി സെൽഷ്യസിൽ കൊടും തണുപ്പായി ഭൂമിയെ മുഴുവനും മരവിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി വരും. കൊടും തണുപ്പ് കാരണമായി ഒരിക്കലും അതിജീവിക്കാൻ കഴിയാതെ വീണ്ടും ഒരുപാടധികം ജീവജാലങ്ങൾ മരിച്ചു വീഴും. ഇതേ ഒരു അവസരത്തിൽ തന്നെ ഭൂമിയിലുള്ള ഒട്ടനേകം മരങ്ങളും വൃക്ഷങ്ങളും ഇത്തരത്തിൽ തന്നെ എന്നേക്കുമായി നശിക്കും. ഭൂമിയുടെ കരപ്രദേശങ്ങളെ പോലെ തന്നെ കടലിനെയും ഈ തണുപ്പ് കാര്യമായി തന്നെ ബാധിക്കും. ഭൂമിയിലെ മുഴുവൻ കടലുകളും ഫ്രീസായി കിടക്കുന്ന കാഴ്ചകളായിരിക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ കടലിൻ്റെ മുകൾ പരപ്പിൽ ജീവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ മത്സ്യങ്ങളും ചത്തൊടുങ്ങുന്നതായിരിക്കും. ലോകം മുഴുവനും തണുപ്പ് കൊണ്ട് മരവിച്ചിരിക്കുമ്പോൾ പോലും ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം ആ ഒരു അവസരങ്ങളിലും ചൂടുണ്ടാകും. പ്രത്യേകിച്ച് വോൾക്കാനോസ് അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ള മേഖലയിലായിരിക്കും ഇത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ചൂടുണ്ടാവുക. ബാക്കി ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളും മഞ്ഞിൽ മൂടി തണുത്തുറഞ്ഞു കിടക്കുകയായിരിക്കും. ഈ ഒരു സമയമൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ സയൻറ്റിസ്റ്റുകൾ കാര്യമായി തന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഒരു ഷെൽട്ടർ എന്ന നിലയിലേക്ക് കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. മനുഷ്യർക്ക് സുരക്ഷിതമായ രീതിയിൽ, വലിയ രീതിയിൽ തണുപ്പില്ലാത്ത, ചെറിയ രീതിയിൽ ചൂടുള്ള, അതുപോലെ തന്നെ ഫുഡ് ഒക്കെ ലഭിക്കുന്ന, ഓക്സിജൻ ഒക്കെ ലഭിക്കുന്ന ഒരു ഷെൽട്ടർ നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ കാര്യമായി തന്നെ സയൻറ്റിസ്റ്റുകൾ ഈ ഒരു സമയം എത്തുമ്പോഴേക്ക് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ധാരാളം ആളുകളെ അവർ ആ ഷെൽട്ടറുകളിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. സൂര്യൻ ഈ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായി പോയിട്ട് 1 മാസം പിന്നിടുമ്പോൾ സ്ഥിതി വീണ്ടും വീണ്ടും രൂക്ഷമായി കൊണ്ടേയിരിക്കും. തണുപ്പ് വീണ്ടും കുറഞ്ഞ് -30 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കും. കൊടും തണുപ്പായതിനാൽ തന്നെ അത്രയും സമയം തണുപ്പിനെ അതിജീവിച്ച് നിന്നിരുന്ന ഭൂലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും ഈ ഒരു സമയം എത്തുമ്പോഴേക്ക് ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി ഇല്ലാണ്ടാകും. പിന്നീട് ആകെക്കൂടെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോണിഫർ വൃക്ഷങ്ങളെ മാത്രമായിരിക്കും. അതും സൂര്യനില്ലാത്തതിനാൽ, പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഭൂമിയിലുള്ള മുഴുവൻ വെജിറ്റേഷനും, ഭൂമിയിലുള്ള മുഴുവൻ പച്ചപ്പും ഇല്ലാണ്ടായതിനാൽ തന്നെ ഓക്സിജൻ വലിയ രീതിയിൽ തന്നെ ഭൂമിയിൽ കുറഞ്ഞു വരുന്നതായിരിക്കും. ഇതോടുകൂടി തന്നെ കൊടും തണുപ്പിനാലും ഓക്സിജൻ കിട്ടാത്തതിനാലും ഭൂമിയിലുള്ള ഒട്ടനേകം ജീവജാലങ്ങളും മൃഗങ്ങളും പിടഞ്ഞു വീണ് മരിക്കും. ധാരാളം മനുഷ്യരും ഈ ഒരു അവസ്ഥയിൽ മരിച്ചു വീഴുന്നതായിരിക്കും. ഈ ഒരു അവസ്ഥയിലും അതിജീവിക്കുന്നത് ഭൂമിയുടെ അഗ്നിപർവ്വത പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേകതരം ഷെൽട്ടറുകൾക്കകത്തും ജീവിക്കുന്ന മനുഷ്യന്മാർ മാത്രമായിരിക്കും. വീണ്ടും സമയം മുമ്പോട്ട് തന്നെ കടന്നു പോകും. വീണ്ടും അവിടെ നിന്നും 1 മാസം പിന്നിട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഭൂമിയുടെ താപനില എന്ന് പറഞ്ഞത് വീണ്ടും കുറഞ്ഞ് -40 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കും. ഈ ഒരു അവസ്ഥ എത്തുമ്പോഴേക്ക് ഭൂമിയിൽ ഇത്തരത്തിൽപ്പെട്ട സയൻറ്റിസ്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ഷെൽട്ടറുകൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ജീവജാലങ്ങളും, മുഴുവൻ മൃഗങ്ങളും ഈ ലോകത്ത് നിന്നും മരിച്ചു വീണിരിക്കും, മാഞ്ഞുപോയിരിക്കും. കടലിനടിയിൽ ഇന്നേ വരെ സൂര്യനെ കണ്ടിട്ടില്ലാത്ത അത്രയധികം ആഴത്തിൽ ആഴക്കടലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെപ്പോലും ഈ തണുപ്പ് കൊന്നൊടുക്കുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ഒരു ഭൂമിയിൽ അതിജീവിക്കുകയുള്ളൂ. ഇത്രയും നേരം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ പ്രതിപാദിച്ചുള്ളൂ. ഭൂമിക്ക് പുറത്തേക്ക്, സ്പേസിൽ, ബഹിരാകാശത്തും സൂര്യൻ അപ്രത്യക്ഷമായതിനാൽ വലിയ തരത്തിലുള്ള പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. നമുക്കറിയാം, സ്പേസിൽ സൂര്യൻ ഉണ്ടാക്കുന്ന വലിയൊരു ഗ്രാവിറ്റി കാരണമായിട്ടാണ് സൂര്യനെ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം വലം വെച്ചുകൊണ്ടിരിക്കുന്നത്, ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് സൂര്യനും അതിൻ്റെ ഗ്രാവിറ്റിയും അപ്രത്യക്ഷമാകുന്നതോടുകൂടി തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥത്തിൽ
ഗ്രഹത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ഗ്രഹങ്ങളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടി വരികയും ചെയ്യും. ഇതേ ഒരു അവസരത്തിൽ തന്നെ ആസ്ട്രോയിഡ്സ് ധാരാളമായിട്ടുള്ള വലിയ വലിയ ചിഹ്നഗ്രഹങ്ങൾ, എന്തിനേറെ പറയുന്നു ഒരുപക്ഷെ ചന്ദ്രൻ വരെ നേരെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അതിജീവിച്ചതിന് ശേഷം ഭൂമി വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്ക് ഇനി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. ഭൂമി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഏതെങ്കിലും ഒരു നക്ഷത്രത്തിനടുത്ത് സൂര്യനടുത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ വല്ലാണ്ട് അടുത്തോ വല്ലാണ്ട് അകൽച്ചയിലോ അല്ലാത്ത നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ഭൂമിയിൽ പഴയ നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരികയുള്ളൂ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമി 4.24 പ്രകാശവർഷം സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെഞ്ചുറിയുടെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾ സമയമെടുത്തെന്നിരിക്കും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് മുഴുവനും ഒരു സൈഫൈ സിനിമയുടെ കഥ പോലുള്ള സംഭവങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് സൂര്യൻ അപ്രത്യക്ഷമായി പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ വളരെയേറെ കുറവാണ്. അതിനു പകരമായിട്ട് ഈ ഒരു ലോകത്തിനെ അങ്ങോട്ട് നടക്കാൻ പോകുന്നത് സൂര്യൻ വലുതായി വലുതായി വരിക എന്നൊരു കാര്യമാണ്. ഏറെക്കുറെ 5 ബില്യൺ വർഷങ്ങൾ, 500 കോടി വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ സൂര്യൻ വലിയൊരു റെഡ് ജയന്റായി വളരെ വലുപ്പം കൂടിയ നിലയിലേക്ക് മാറുകയുള്ളൂ. സൂര്യന്റെ വലുപ്പം ഇത്തരത്തിൽ തന്നെ വളരെയേറെ വലുതാകുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാവിറ്റിയിലും കാര്യമായ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം തന്നെ അതിനടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളായിട്ടുള്ള മെർക്കുറിയും വീനസും സൂര്യനകത്തേക്ക് വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. അതോടുകൂടി തന്നെ ഈ ഒരു കാലയളവിൽ എത്തുമ്പോഴേക്ക് ഭൂമിയും അതുപോലെ തന്നെ ചൊവ്വയും ചുട്ടുപഴുക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു അവസരങ്ങളിലും മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ള പല ഗ്രഹങ്ങളിലേക്കും കുടിയേറാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 500 കോടി വർഷങ്ങൾ പിന്നിടുമ്പോഴേക്ക് തീർച്ചയായും ഭൂമിയേക്കാൾ നല്ലൊരു കോളനി മനുഷ്യർ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങാനും ഇത്തരത്തിൽ ഒരു ദിവസം പെട്ടെന്ന് വെച്ചുകൊണ്ട് സൂര്യൻ നമ്മിൽ നിന്നും മാഞ്ഞു പോയി കഴിഞ്ഞാൽ, അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.